വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാപ്പിനെസ് വില്ലേജ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെന്നൈയിലേക്ക് പോകുകയാണ്. ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പിന്റെ മൂന്നാമത്തെ ട്രിപ്പായ പോണ്ടിച്ചേരി ട്രിപ്പാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6:10 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഊബറിന് ഇറങ്ങി. ഗൈസ് ഊബർ പിടിച്ചു 6:45 ഞങ്ങൾ ട്രെയിൻ പിടിച്ചു. ഗൈസ് ഞങ്ങൾ ട്രെയിൻ കയറി. ഗൈസ് ഞങ്ങളിവിടെ ഞങ്ങൾ പോണ്ടിച്ചേരി ക്യാമറ ഇവിടെ. ഇനി ആ ചേച്ചിയും കുഞ്ഞു രണ്ടു വാക്ക് പറയൂ. എന്തിനു പറയണോ? ആ ചേച്ചി പോണ്ടിച്ചേരി എത്രയും മുന്നേ പോകും. ഞങ്ങളോട് ബോംബിടാൻ പോകുന്നത് ബോംബ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഇറങ്ങി ഓടും. തെറ്റായി ഇവരും കൊടുത്തതിന് എന്നെ ആൾക്കാർ ജയിലിടും. പോണ്ടിച്ചേരി പറയണ കുഞ്ഞി രണ്ടു വക മൊഴിയും. ഇതൊക്കെ വീഡിയോ വരും കേട്ടോ. വ്യൂസ് കൂടും. നിന്റെ ഐഡിയ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആശുപത്രി കുറച്ചും കുറച്ച് പൈസ ആയിരിക്കും കൂടെ. ഡീസന്റ് ആവും. ഇതൊക്കെ യൂട്യൂബിൽ വരാനുള്ളതാ. നാളെ സൂചിച്ചിട്ട് ഡിവോഴ്സ്. വെറും വേസ്റ്റുകളെ കൊണ്ടാണ് ഗൈസ് ഇവിടെ ടൂർ വന്നത്. കാര്യമില്ല. വാദം 2 അക്ഷരം മൊഴിയാൻ പോകണം. രാവിലെ വരും. ഒന്നും പിള്ളേരെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്തിനാണെന്നറിയാൻ പാടില്ല. നമ്മൾ ഇന്നലെ രാത്രി കയറി. ഇപ്പോൾ രാവിലെ ചെന്നൈ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആനന്ദഭവനിൽ കയറി ചായ കുടിച്ചു. ഇനിയിപ്പം പോണ്ടിച്ചേരിക്ക് ബസ് പിടിക്കണം. നല്ല തിരക്കാട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ ഓൾറെഡി ഇവിടെ നല്ല തിരക്കാണ്. ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനിയിപ്പം ഊബർ എടുത്തിട്ട് വേണം കോയമ്പേടി എന്നിട്ട് അവിടെ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് പോകുന്നത്. എല്ലാവരും വേണം വെയിറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഊബർ വരണം എന്നിട്ട് വേണം പോകാനായിട്ട്. ഞാൻ പണ്ട് ICICI ട്രെയിനിങ്ങിന് പോയപ്പോഴത്തേനും ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ മുതിർന്ന ആരും ഇല്ലാണ്ട്. നമ്മളിപ്പോൾ മുതിർന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോഴാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഊബറൊന്നും കിട്ടിയില്ല.
ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങിയ യാത്രയാണ്. നമ്മൾ അവസാനം കോയമ്പേടിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ചിട്ട് നമ്മൾ പോണ്ടിച്ചേരി എത്തി. പോണ്ടിച്ചേരിയിൽ നിന്ന് പിന്നെ നമ്മളൊരു സ്കൂട്ടർ റെൻ്റ് എടുത്തു, 2 എണ്ണം. നമ്മൾ 4 പേരുണ്ടല്ലോ, അപ്പോൾ 2 സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ നമ്മളുള്ളത് സമന്ത ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേയിലാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ്. സമന്ത ഇൻ്റർനാഷണലാണ്. ഭയങ്കര പീസാട്ടോ. നമ്മൾ പോണ്ടിച്ചേരി മെയിനിൽ നിന്ന് കുറച്ച് അകത്തേക്കാണ് എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ ഇനി ഇരിക്കാനായിട്ട് നല്ല തണലൊക്കെ ആയിട്ട് നല്ല സുഖമാണ്. റൂമിലേക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, AC ഉണ്ട്, എന്നാലും ഭയങ്കര ചൂടില്ല. അപ്പം ഇവിടെ നമുക്ക് 2 കുട്ടികൾ, ഒന്ന് ആ റൂമും പിന്നെ ഒന്ന് ഈ റൂമുമാണ്. ഞാൻ ഈ റൂമിൽ കാണിച്ചില്ല. ഇവിടെ ഇങ്ങനെ നല്ല സ്റ്റെയറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ കയറി വരും. കയറിയിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. ഇരിക്കാനൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഇതുണ്ട്, ഏരിയ ഉണ്ട്. അത് 2ൻ്റെ ഇതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൂമിലേക്ക് വരുവാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ് ഈ റൂം. നല്ല കളർ കോമ്പോയിലൊക്കെ ആയിട്ട് നമ്മുടെ ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ചിട്ട് ഭയങ്കര നീറ്റാണ്. പിന്നെ നല്ല ഈ കളർ കോമ്പോയൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ഡ്രസ്സ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടേ കാണാം. പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കിരുന്ന് വർത്താനമൊക്കെ പറയാം. പിന്നെ ഈ കട്ടനങ്ങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടുവേ. നല്ല ഒരു കാടിൻ്റെ നടുക്ക് നമ്മൾ പോയി താമസിക്കുന്ന ഒരു ഫീൽ കിട്ടും. സംഭവം കൊള്ളാം. ഇപ്പോൾ സംഭവം കൊള്ളാം, നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി പിന്നെ സമയം ഞാൻ ഇപ്പോൾ പറയാം, 3-4 മണി ആവാറായിരുന്നു. യെസ്, 4:30 ആയിട്ടുണ്ട്. 4:31 ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി നമ്മളപ്പോൾ ഇനി റെഡിയാവുക. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുക കഴിച്ചിട്ട് വരാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. അപ്പം ഇവിടെ വന്നിട്ട് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായി, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു. നമ്മുടെ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. ഞാൻ ഭയങ്കര തലപ്പാക്കട്ടി ഫാനാണ്. ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മളിപ്പം റെഡി ആവാൻ വേണ്ടി പോവാണ്. ഓരോരുത്തരായിട്ട് കുളിക്കുകയൊക്കെയാണ്. നമ്മൾ വൈകുന്നേരം ആണ് ഇത് കാണാനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. പോണ്ടിച്ചേരി ഇതുവരെ ശരിക്കും കണ്ടില്ല. നമ്മൾ വന്ന് ബസ്സിൽ ഇറങ്ങി അവിടെ നിന്ന് തന്നെ വണ്ടി റെൻ്റെടുത്ത് നമ്മൾ നേരെ പാർപ്പിച്ച് വരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് വന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, എല്ലാവർക്കും അറിയായിരിക്കും. ആൾക്കാർക്കൊരു എന്താണ് ഒരു നോട്ടമില്ല. എല്ലാ വണ്ടി കൂടെ സിഗ്നലൊന്നും നോക്കാണ്ട്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, പകുതി പേർക്ക് ഹെൽമെറ്റ് ഇല്ല. വണ്ടി ഓടിക്കണവർക്കും ഇല്ല, പുറകിൽ ഇരിക്കണവർക്കും ഇല്ല. പുറകിലുള്ളവർക്ക് തീരെ ഇല്ല. വണ്ടി ഓടിക്കണവർക്ക് കുറച്ച് പേരെങ്കിലും വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോഴത്തേനും ഒന്നാമത് വണ്ടി ഓടിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടി കൈ കിട്ടുമ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഇച്ചിരി ആ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. എനിക്കങ്ങനെ കേട്ടോ. അതൊന്ന് സെറ്റായി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓക്കെ, ഞാൻ അതിനോട് യൂസ് ആവും. അതിന് ബ്രേക്ക് ഉണ്ടോ, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ടൈം എടുക്കുമല്ലോ. അങ്ങനെ അതൊന്നും പഠിച്ച് വരാനുള്ള സമയം. പിന്നെ ഇടയ്ക്ക് തന്നെ എത്ര വണ്ടി നമ്മുടെ അതുവഴി ഇതുവഴി ചീറിപ്പാഞ്ഞ് വന്ന് ഹോണടിച്ചിട്ട് പോവുക ചെയ്യുന്നത്. ഞാൻ അവസാനം പറയുമായിരുന്നു, മിക്കവാറും ഇവിടെ വന്നിട്ട് തമിഴന്മാരെ നല്ല മലയാളത്തിൽ തെളിവിച്ചിട്ട് പോകേണ്ട അവസ്ഥയാവുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വരുമല്ലോ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരുത്തൻ ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നോക്കാണ്ടൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ കയറിയപ്പോൾ വണ്ടി ഇടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നിർത്തിയില്ല. ഒരുത്തൻ വന്ന് നേരെ വണ്ടിക്കകത്തേക്ക് കയറി. അങ്ങനെ അവനെന്തോ പറഞ്ഞു, ഞാൻ തിരിച്ചെന്തോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകും. അങ്ങനെ നമ്മൾ വൈകുന്നേരം 5:30 ആയപ്പോഴത്തേനും റോക്ക് ബീച്ച് എത്തിയേക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു വന്ന വഴിക്കൊക്കെ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല.
വിധത്തിൽ നമ്മൾ തിരക്കൊക്കെ അതിജീവിച്ച് അവിടുത്തെ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാട്ടോ ഇപ്പോഴും. ഗൈസ്, ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമായി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. നിറച്ച ആൾക്കാരാണ്. എൻ്റെ മുന്നോ നല്ല കാറ്റ്. ഇവിടെ നല്ല നശിപ്പിച്ച ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം എത്തി. അല്ല, പിറ്റേ ദിവസം രാവിലെ ആയി. ഇനിയിപ്പം ചായ കുടിച്ചൊരു 9-10 മണി കഴിയുമ്പോഴത്തേനും പോകാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ചുമ്മാ സ്ഥലമൊന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം നമ്മൾ അധികം കണ്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഇപ്പോൾ ചുമ്മാ പൊക്കത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇത് ഏറ്റവും ടോപ്പ് പോർഷനാണ്. അപ്പോൾ അവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു വൈകുന്നേരം. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് ഏറ്റവും പൊക്കത്താണ്. അപ്പം താഴത്തേക്ക് പോവാം. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യുന്ന ഇത് വരുന്ന റൂംസ് വരുന്ന. ഇപ്പം ആ പൊക്കത്തിൽ നിന്ന് ഇറങ്ങി വന്നേ. ഇവിടെ നമുക്കൊരു കിച്ചണും അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിക്ക് നമുക്കിങ്ങനെ എന്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ റെഡിയായി. നമ്മുടെ താക്കോലൊക്കെ കൊടുത്ത് നമ്മൾ സമന്ത ഇൻ്റർനാഷണലോട് വിട പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ അടിപൊളി സ്റ്റേ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിൽ പോയില്ല, ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബോട്ടിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങോട്ട് കളിച്ചു പോലെ ഇട്ടേക്കാൻ സോറി ഇടാൻ പറ്റുള്ളത്. ആജിച്ച എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോകണം. ഇവിടെ നിന്ന് 500 per person കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോവാം. ആ ചെറുക്കല്ലേ പോയത് ആ നിൽക്കണേ, ആ പച്ച അല്ല, അവനെ പറഞ്ഞു വരാൻ പറഞ്ഞു വിളിച്ചേ കണ്ടോ. And fishes exporting, exchanging, extracting happening here only in Pondicherry. This is the Pondicherry main fishing area. That's it. Boat downside we have a storage room. First we will store the ice cubes, then we store the fish, then we will return. That's it. This is something I will call you. Is it there? You will finish. Backside, bro. Life jackets, huh?
ഇപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ പൊന്നിയിൻ സെൽവൻ സിനിമ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനിലേക്കാണ്. ആരോട് ഇവിടെ അടിച്ചവർ കൂട്ടിയിരുന്നത് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കണം. എനിക്ക് ആൾക്കാർക്ക് അടിച്ചായിരുന്നു നമുക്ക്. അല്ല അങ്ങനെയല്ല അത് കിടക്കുന്നത്. അതെ അത് തന്നെയാ. தமிழ் புரியும். ரொம்ப புரியும். ஆமாம், தமிழ் புரியும். தமிழ் நல்லா முன்னாடியே கேட்டிருந்தாங்க. சிஸ்டர்ஸ் இருக்காங்களா, அவங்களோட சர்வே ஏரியா சரிங்களா. இதோட மொத்த பரப்பளவு 4 ஏக்கர். இது மட்டும் தான் இருக்குது. ஃபுல்லாக டெமாலிஷ் இருக்குது. நேச்சுரல் எர்த்குவேக், வார், சுனாமி, சைக்ளோன், சம்திங் ரெஸ்டார்ட் இருக்குங்களா. இங்கே வந்து இன்னொரு பில்டிங் இருக்குது. இது வந்து அண்டர் கிரவுண்ட் இருக்குது. அது வந்து இப்போ ரொம்ப தூரமாக இருக்குது. அதை கட்டினது யார் பார்த்தீங்கன்னா ரோமன்ஸ் கட்டினாங்க. 2ஆம் நூற்றாண்டு கடவுள் பிறக்கிறதுக்கு முன்னாடி சொன்னாங்க. 2200 வருஷத்துக்கு முன்னாடி ரோமன்ஸ் வந்து இங்கே 34 ஏக்கருக்கு ஒரு கோட்டை கட்டினாங்க. கட்டி இங்கே வந்து